നമസ്കാരം. കോൺഗ്രസ് ആം ആദ്മിയുമായി സഖ്യ ചർച്ചയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. ദില്ലിയിൽ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷീലാ ദീക്ഷിത് തന്നെയാണ്. എന്നാൽ ഷീലാ ദീക്ഷിതിന്റെ ഈ മനമാറ്റത്തെ സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നുമുണ്ട്. അതായത് ഈ വർഷം ജൂണിൽ വരെ ആം ആദ്മിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച ഷീലാ ദീക്ഷിതിന്റെ ഈ മനമാറ്റത്തിന് പിന്നിൽ 3 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലമാണെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഷീലാ ദീക്ഷിത് ലക്ഷ്യം വെക്കുന്നത് BJPയുടെ ഈ ആധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ദില്ലിയിൽ ആം ആദ്മിയുമായി ഒരു സഖ്യ ചർച്ചയ്ക്ക് തയ്യാറാവുന്നുള്ളത്. ഇപ്പോൾ സഖ്യ ചർച്ച രഹസ്യമായിട്ടായിരിക്കും നടക്കുക. അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ തന്നെ ആം ആദ്മി നേതാക്കന്മാരും ഇപ്പോൾ നിലവിൽ തന്നെ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. 1998 മുതൽ 2013 വരെയുള്ള കോൺഗ്രസിന്റെ ആധിപത്യം ദില്ലിയിൽ അവസാനിപ്പിച്ചത് ആം ആദ്മിയാണ്. ആം ആദ്മി കടന്നു വന്നതോടുകൂടി ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചതും കോൺഗ്രസിനാണ്. തുടർന്നാണ് ആം ആദ്മിക്കെതിരെ ശക്തമായ വിമർശനവുമായി ഷീലാ ദീക്ഷിത് രംഗത്ത് വന്നത്. എന്നാൽ ഷീലാ ദീക്ഷിത് ഇപ്പോൾ ആം ആദ്മിയുമായി കൈകോർക്കുന്നത് BJPയെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ്. ദില്ലിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒന്നിച്ചു നിന്ന് മത്സരിച്ച് 7 ലോക്സഭാ മണ്ഡലങ്ങളിലും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ആം ആദ്മിയോട് 3 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 3 സീറ്റുകൾ നൽകാൻ തയ്യാറല്ല എന്നും 2 സീറ്റുകൾ നൽകാമെന്നും ആം ആദ്മി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ നീക്കം BJPക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും നൽകുന്നത്. കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള മുന്നേറ്റങ്ങൾ എടുത്തു പറഞ്ഞാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സർവേകളും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.